എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളാണ്. BSc നഴ്സിംഗ് കോഴ്സിന് ഗവൺമെൻറ് കോളേജിൽ എത്ര രൂപയാണ് ഫീസ് വരിക, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് പ്രൈവറ്റ് കോളേജുകളിൽ എത്ര രൂപയാണ് ഫീസ് വരിക, അതുപോലെ ഏതൊക്കെ കോളേജുകളാണ് പ്രൈവറ്റ് മേഖലയിൽ ഉള്ളത് എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി ഉത്തരം ലഭിക്കുന്നതായിരിക്കും. ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം വിദ്യാർത്ഥികളുടെ +2 മാർക്കിൻ്റെ, അതായത് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുക. വിദ്യാർത്ഥികൾ നിങ്ങൾ സ്റ്റേറ്റ് ലെവൽ, അതായത് നിങ്ങൾ സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അതായത് കേരള സിലബസിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഓരോ വിഷയവും, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പ്രാക്ടിക്കൽ, തിയറി, അതുപോലെ തന്നെ CE ടോട്ടൽ ഉൾപ്പെടെ 120 ഓരോ സബ്ജക്റ്റും വരിക. അതിനെ 300ലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു സബ്ജക്റ്റിനെ നിങ്ങൾക്ക്, അതായത് ഈ ഒരു 300 എത്ര കിട്ടിയെന്നുള്ളത് കണക്കാക്കുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 120 നിങ്ങൾക്ക് ടോട്ടൽ എത്ര ഓരോ സബ്ജക്റ്റിനും കിട്ടി ആ ഒരു സബ്ജക്റ്റുകളുടെ മുഴുവൻ ആ ഒരു വാല്യൂവിനെ കൂട്ടുക. കൂട്ടിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് 360 എത്ര കിട്ടിയെന്നുള്ളത് ടോട്ടൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ നിങ്ങൾ 1.2 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ 300 എത്ര ഇൻഡെക്സ് സ്കോർ കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു CBSE വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് 100ലാണ് വരുന്നതെങ്കിൽ, അതായത് ഓരോ വിഷയം 100ലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് കൂട്ടി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എത്രയാണ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ളത് അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ അതിനെ ഓരോ വിഷയത്തിനെയും 100ലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് 300 എത്ര കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിന് എത്രയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. അതായത് നിങ്ങൾ CBSE വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആ ഒരു വിഷയം 100 അല്ല എങ്കിൽ, 100 കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ 100 കുറവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കിനെ ആ ഒരു സബ്ജക്റ്റിൻ്റെ, അതായത് ടോട്ടൽ, അതായത് ആ ഒരു സബ്ജക്റ്റിൻ്റെ ആ ഒരു, അതായത് 100 അതുപോലെ ആ ഒരു സബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാർക്ക് എത്രയാണോ അതിനെ കൊണ്ട് ഹരിക്കുക. അതായത് ടോട്ടൽ മാർക്ക് എത്രയാണോ അതിനെ കൊണ്ട് ഗുണിക്കുക. അതായത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എത്രയാണോ അതിനെ 100ലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 100 കൊണ്ട് ഗുണിക്കുക. അതിനുശേഷം ആ ഒരു സബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാർക്ക് എത്രയാണോ അതിനെ കൊണ്ട് ഹരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് 100ൽ എത്രയാണോ കിട്ടിയുള്ളത് ആ ഒരു മാർക്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്ക് നിങ്ങൾ, അല്ലെങ്കിൽ ബയോടെക്നോളജി എന്നിവയുടെ മാർക്ക് നിങ്ങൾ നോക്കുക. അതിനുശേഷം ആ ഒരു ടോട്ടൽ ഓരോ വിഷയത്തിനും കിട്ടിയ മാർക്കിനെ കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് 300 എത്രയാണ് കിട്ടിയുള്ളത് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ, അത് ടോട്ടൽ 14 കോളേജുകളാണ് കേരളത്തിലുള്ളത് BSc നഴ്സിംഗ് കോഴ്സ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ 23,170 രൂപയാണ് വാർഷിക ഫീസ് വരിക. അതുപോലെ തന്നെ ഓരോ കോളേജിലും 60 മുതൽ അതുപോലെ 80 സീറ്റ് വരെയും, അതുപോലെ തിരുവനന്തപുരം കോളേജിൽ ഏകദേശം 190 സീറ്റുകളുമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ വർഷം ഇതേ രീതിയിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ എല്ലാം മെറിറ്റ് സീറ്റുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 290 എബവ് മാർക്കും, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ വരുന്നത് സിമെറ്റ് കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ CPAS ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു CPASും അതുപോലെ സിമെറ്റും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സെൽഫ് ഫിനാൻസ് കോളേജുകളാണ്. അതുപോലെ തന്നെ മറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജുകളിലെല്ലാം സെയിം ഫീസ് തന്നെയാണ് വരുന്നത്. അതായത് ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഫീസ് വരിക. അപ്പോൾ നിങ്ങൾക്ക്, അതായത് 1.5 ലക്ഷത്തിനകത്താണ് ടോട്ടൽ ഫീസ് വരിക. NRI കോട്ടയാണെങ്കിൽ, അതായത് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസ് ഇനത്തിൽ 73,025, സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ 23,300 രൂപയും, അതുപോലെ തന്നെ NRI കോട്ട സീറ്റ് ആണെങ്കിൽ 95,000 രൂപയാണ് ട്യൂഷൻ ഫീസായിട്ട് വരിക. സ്പെഷ്യൽ ഫീസ് സെയിം തന്നെയാണ്, 23,300 രൂപയും. അതുപോലെ തന്നെ മറ്റ് ഫീസുകൾ, അതായത് ക്ലബ്ബ് അതുപോലെ ഉള്ള ഫീസുകൾ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് യൂണിഫോം ഇതുപോലുള്ള കോഷൻ ഡെപ്പോസിറ്റ് പോലെ ഉള്ള ഫീസുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഫീസ്, വാർഷിക ഫീസ് ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് വരുന്നതാണ്. അത് സിമെറ്റ് ആയാലും CPAS ആയാലും അല്ലെങ്കിൽ മറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളായാലും ഇതേ രീതിയിൽ തന്നെയാണ് ഫീസ് വരിക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് ഈ ഒരു AMCS FNCKയും അതുപോലെ തന്നെ PNC MECOയും ഏതൊക്കെ കോളേജുകൾ ഉണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ എത്ര രൂപയാണ് അവിടെ ഫീസായിട്ട് വരിക എന്നുള്ളതും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു LBS വഴി അലോട്ട്മെൻറ്റ് നടത്തുന്ന കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഈ ഒരു കോളേജ് ലിസ്റ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത്, അതായത് കമൻറ്റല്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഈ ഒരു കോളേജ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു AMCS FNCKയും അതുപോലെ PNC MECൻ്റെയും കീഴിലുള്ള കോളേജുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് AMCS FNCKയുടെ വെബ്സൈറ്റ്. amcsfnck.com എന്നുള്ളതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സെൽഫ് ഫിനാൻസ് നഴ്സിംഗ് കോളേജുകളുടെ അസോസിയേഷനാണിത്. അപ്പോൾ ഈ ഒരു നഴ്സിംഗ് അസോസിയേഷൻ്റെ കീഴിലുള്ള കോളേജുകൾ അറിയാനായിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറുക. അതിനുശേഷം കോളേജസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക, BSc നഴ്സിംഗ് എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്തത് ലോഡായിട്ട് വരുന്ന പേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെയാണ് ആ ഒരു കോളേജുകൾ, അതായത് ഏതൊക്കെയാണ് ഈ ഒരു അസോസിയേഷൻ കീഴിൽ വരുന്ന കോളേജുകൾ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്.
ഇവിടെ നിങ്ങൾക്കൊരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ആ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോളേജിനെ കുറിച്ചുള്ള ആ ഒരു വിവരം അതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസുകളുമുള്ള ആ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇവിടെ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോളേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത്യാവശ്യം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് PNC MAC ആ ഒരു വെബ്സൈറ്റ് കൂടി നോക്കാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് www.pncmac.in എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള. അപ്പോൾ ഈ ഒരു അസോസിയേഷൻ കീഴിലുള്ള കോളേജുകൾ അറിയാനായിട്ട് കോളേജസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് എന്നുള്ളതും ആ ഒരു കോളേജിൻ്റെ കോൺടാക്റ്റ് നമ്പറും ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കോളേജിൽ ഈ ഒരു BSc നഴ്സിംഗിന് എത്ര സീറ്റാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ ഒരു കോളേജിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ ഒരു കോളേജ് അതായത് ഇവിടെ അലോട്ട്മെൻറ്റ് ഈ ഒരു വെബ്സൈറ്റ് വഴി ആരംഭിക്കുന്ന സമയത്ത് ഏകദേശം ജൂൺ മാസമാണ് അലോട്ട്മെൻറ്റ് ആരംഭിക്കുക. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് ഉൾപ്പെടെ ഈ ഒരു വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു AMCSFNCക്ക് ആ ഒരു വെബ്സൈറ്റ് കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കൊരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതായത് ആ ഒരു കോളേജിനെ കുറിച്ചുള്ള ആ ഒരു കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അതായത് ആ ഒരു കോളേജിൽ എത്ര സീറ്റാണുള്ളത്, അതുപോലെ ഏതൊക്കെ കോഴ്സുകളാണുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കോളേജിൽ ടോട്ടൽ ആയിട്ടുള്ള സീറ്റ് എന്ന് പറയുന്നത് ഇവിടെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. 50 സീറ്റാണുള്ളത്. അതിൽ 25 ഗവൺമെൻറ് സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ NRI സീറ്റ് അവിടെ ഇല്ല. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റിൽ 25 സീറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു 25 സീറ്റിൽ ഓപ്പൺ മെറിറ്റ് വഴി 6 സീറ്റും അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വിഭാഗക്കാർക്ക് 19 സീറ്റുമാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ അതുപോലെ തന്നെ ഈ ഒരു നഴ്സിംഗ് കോളേജിന് കീഴിൽ അതായത് ഈ ഒരു നഴ്സിംഗ് കോളേജ് ഏത് ഹോസ്പിറ്റലിന് കീഴിലാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ ഒരു അതായത് ഈ ഒരു കോളേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിൽ ഉണ്ടാവും. അതുപോലെ കോളേജ് വെബ്സൈറ്റ്, അതുപോലെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള അതായത് കോളേജ് പ്രിൻസിപ്പാളിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസുകൾ കറക്റ്റായിട്ട് ഈ ഒരു PDF-ൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു PDF-ൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇനി പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു കോളേജുകളിൽ എത്ര രൂപയാണ് ഫീസ് നഴ്സിംഗിന് വരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം അതായത് ഗവൺമെൻറ് നിശ്ചയിച്ച സെൽഫ് ഫിനാൻസ് കോളേജിലെ സീറ്റ് എത്രയാണോ ഫീസ് വരുന്നത് ആ ഒരു സെയിം ഫീസ് തന്നെയാണ് ഈ ഒരു കോളേജുകളിലും വരിക. അപ്പോൾ മുൻ വർഷങ്ങളിലും ഇതേ രീതിയിൽ തന്നെയാണ് കോളേജുകൾ അഡ്മിഷൻ നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് PNC MAC വഴിയോ അല്ലെങ്കിൽ AMCSFNCK വഴി ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകളിലോ അല്ലെങ്കിൽ PNC MAC വഴി നിങ്ങൾക്ക് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് LBS വഴി സെൽഫ് ഫിനാൻസ് കോളേജുകളിലോ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു വർഷം വരുന്ന ഫീസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 73,100 രൂപയോളം തോന്നും. അതുപോലെ 23,000 സംതിങ് ഫീസാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫീസ് ടോട്ടൽ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് വരിക. അതുപോലെ NRI കോട്ടയിലാണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 1.5 ലക്ഷം രൂപയും ഫീസ് വരും. ഇതിനോടൊപ്പം അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ യൂണിഫോം, അതുപോലെ ബുക്ക്, അതുപോലെ തന്നെ ട്രാവൽ, അതുപോലെ തന്നെ എക്സാം കോസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ PTA ഫണ്ട് ഉണ്ടാകും. ആ ഒരു PTA ഫണ്ട് എന്നിങ്ങനെയൊക്കെ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 2 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഒരു വർഷം നിങ്ങൾക്ക് ചിലവാകുക ഈ ഒരു ഫീസ് ഇനത്തിലും അതുപോലെ മറ്റ് ചിലവുകളുടെ ഇനത്തിലും. അതുപോലെ ഹോസ്റ്റൽ ഫീസ് ഉണ്ടാവും. ഹോസ്റ്റൽ ഫീസ് പല കോളേജുകളും ഏകദേശം ഗേൾസിനാണ് ഹോസ്റ്റൽസ് ലഭ്യമാവാറുള്ളത്. ബോയ്സിന് സാധാരണ ഗതിയിൽ ചില കോളേജിൽ ഹോസ്റ്റൽസ് ലഭ്യമാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതായത് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിന് നിങ്ങൾക്ക് ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഒരു വർഷം സെൽഫ് ഫിനാൻസ് കോളേജിലാണെങ്കിൽ നിങ്ങൾക്ക് ചിലവ് വരിക. അതുപോലെ ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 50,000 രൂപയ്ക്ക് അടുത്താണ് വരിക. അതായത് 23,170 രൂപ ഫീസും അതുപോലെ തന്നെ ഈ ഒരു PTA ഫണ്ട്, അതുപോലെ നിങ്ങളുടെ യൂണിഫോമും ബുക്ക് ഇതുപോലുള്ള ചിലവും അതുപോലെ ഹോസ്റ്റൽ ഫീസും ഒക്കെ ആയിട്ട് ടോട്ടൽ 50,000 രൂപയ്ക്ക് അടുത്താണ് ചിലവ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടുകയാണെങ്കിൽ അവിടെ ഹോസ്റ്റൽ ഫീസ് ഏകദേശം 5,000 രൂപയോളമാണ് വരിക. അതായത് മെസ്സ് അതായത് ഭക്ഷണം ഉണ്ടാകും. അപ്പോൾ അതും നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസും ടോട്ടൽ 5,000 രൂപയായിരിക്കും മാസം വരിക. അപ്പോൾ അത് കോളേജ് അനുസരിച്ച് കുറച്ച് ചേഞ്ചുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഏകദേശം സെൽഫ് ഫിനാൻസിൽ കിട്ടുകയാണെങ്കിൽ 2 ലക്ഷം രൂപയ്ക്കടുത്ത് വാർഷികമായിട്ട് ചിലവ് വരുന്നതാണ്. 2ാം വർഷം തൊട്ട് ആ ഒരു കോളേജിൽ അടക്കേണ്ട ഫീസിൽ ചെറിയ കുറവ് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഫീസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ ആരംഭിക്കുന്നത് ജൂൺ മാസം മുതലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.